ഭരണം പിടിക്കാൻ നിർണായക നീക്കവുമായി ബി.ജെ.പി. 31 വർഷം മുൻപ് CPM-കാർ കാലുകൾ വെട്ടിമാറ്റിയ സി സദാനന്ദനെ രാജ്യസഭാംഗമായി നോമിനേറ്റ് ചെയ്തു. തീരുമാനം പാർട്ടിക്ക് കരുത്തു പകരുമെന്ന് സദാനന്ദൻ ന്യൂസ് 18നോട്. 35 നഗരസഭകളിലും 300 പഞ്ചായത്തിലും ഭരണം പിടിക്കാൻ അമിത്ഷായുടെ സാന്നിധ്യത്തിൽ കർമ്മ പദ്ധതി. നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് UDF-ൽ കരുനീക്കങ്ങൾ. തിരിച്ചുപിടിക്കാൻ കോതമംഗലം സീറ്റ് കോൺഗ്രസ് ഏറ്റെടുക്കും. പകരം ജോസഫ് ഗ്രൂപ്പിന് പെരുമ്പാവൂർ. ജിൻഡോ ജോൺ കോതമംഗലത്തിറങ്ങിയാൽ എൽദോസ് കുന്നപ്പള്ളിയുടെ സീറ്റ് തുലാസിൽ. മട്ടന്നൂർ ഇനി വേണ്ട, കയ്പമംഗലം തിരികെ വേണമെന്ന RSP. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. ചെന്നൈ പോർട്ടിൽ നിന്ന് പെട്രോളിയം ഉൽപ്പന്നങ്ങളുമായി പോയ ഗുഡ്സ് ട്രെയിനിൽ പാളം തെറ്റി തീപിടിച്ചു. 6 വാഗണുകൾ കത്തിനശിച്ചു. ആളപായമില്ല. അപകടം തിരുവള്ളൂരിൽ പുലർച്ചെ 5:30-ഓടെ. അട്ടിമറി സാധ്യതയില്ലെന്ന് നിഗമനം. മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ മരിച്ച പാലക്കാട് കുമരപുത്തൂർ സ്വദേശി നിപ്പ പോസിറ്റീവ്. മണ്ണാർക്കാട് പ്രദേശം വീണ്ടും ആശങ്കയിൽ. മരിച്ചയാളുടെ വീടിന് 3 കിലോമീറ്റർ ചുറ്റളവിൽ ജാഗ്രത. എറണാകുളം നെട്ടൂരിൽ എലിപ്പനി ബാധിച്ച് വീട്ടമ്മ മരിച്ചു. സ്കൂൾ സമയമാറ്റത്തിൽ സർക്കാർ കടുംപിടുത്തം വിട്ടതോടെ സമവായത്തിന് വഴിതെളിഞ്ഞു. ചർച്ചയ്ക്ക് സമസ്ത എപ്പോഴും തയ്യാറെന്ന് നേതാക്കൾ. ക്ഷണിച്ചാൽ സമയം കളയില്ല. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R. ബിന്ദുവിനെതിരെ വിമർശനം തുടർന്ന് സമസ്ത മുഖപത്രം സുപ്രഭാതം. പാലക്കാട് പൊൽപ്പുള്ളിയിൽ 2 കുഞ്ഞുങ്ങളുടെ മരണത്തിനിടയാക്കിയ കാറിലെ പൊട്ടിത്തെറി. പെട്രോൾ ട്യൂബിലെ ചോർച്ച മൂലം. സ്റ്റാർട്ട് ചെയ്തപ്പോൾ ടാങ്കിലേക്ക് തീ പടർന്നു. എംലിനയുടെയും ആൽഫ്രഡിന്റെയും പോസ്റ്റ്മോർട്ടം പൂർത്തിയായി. സംസ്കാരം പിന്നീട്. അമ്മയുടെ നില ഗുരുതരമായി തുടരുന്നു. ചരിത്രം കുറിച്ച് ശുഭാംശു ശുക്ല നാളെ ഭൂമിയിലേക്ക് തിരിക്കും. രാജ്യാന്തര ബഹിരാകാശ നിലയത്തിൽ നിന്ന് ആക്സിയം 4 സംഘത്തിന്റെ മടക്കയാത്ര നാളെ വൈകിട്ട് 4:30-ഓടെ. പസഫിക് സമുദ്രത്തിൽ സ്പ്ലാഷ് ഡൌൺ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക്. ഇന്ത്യൻ സമയം രാത്രി 7:30-ക്ക് നിലയത്തിൽ യാത്രയയപ്പ്.